ദൈവവിശ്വാസവും ധാർമ്മികതയുമാണ് സമാധാനപൂർവ്വ ജീവിതത്തിന്റെ അടിസ്ഥാനം. മാർ ജോസഫ് കല്ലറങ്ങാട്ട്. സകല തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിൽ ധാർമ്മിക ബോധനം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഈ ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ദൈവിക വിചാരമാണ് എന്നും ജീവിതത്തെ നശിപ്പിക്കുന്ന മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയ്ക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ധാർമ്മിക ബോധവും ദൈവവിചാരവും വലിയ സഹായവും പ്രചോദനവുമായിരിക്കും എന്നും സ്കൂൾ തലത്തിലുള്ള മതബോധന സന്മാർഗിക പരിശീലന പരീക്ഷയിൽ സമ്മാനാർഹരായവരെ അഭിനന്ദിച്ചുകൊണ്ട് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. വളരെ ഗൗരവത്തോടുകൂടി സ്നേഹബഹുമാനപ്പെട്ട ജോർജ് ചിത്ര നമ്മളോട് പറഞ്ഞു. നമ്മളുടെ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്ന കാറ്റഗിസവും മോറൽസും രണ്ട് വലിയ നെടും തൂണുകളാണ്. ആ തൂണിന്മേലാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ ദിവസവും ഈ ദിവസം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഏറ്റവും പരിശുദ്ധിയോടെ ജീവിച്ച ദൈവമാതാവിനെ കുറിച്ച് അമ്മയുടെ സ്വർഗാരോപണം നമ്മൾ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ദിവസമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും. ഈ രണ്ട് മേഖലകളിൽ നിന്ന് കാറ്റഗിസം ആൻഡ് മോറൽസ് നിങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ട് അതിൻ്റെ ആളുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് അവരെ സമ്മാനത്തിന് അർഹരായവരെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നതിനുമൊക്കെ വേണ്ടിയുള്ള ഒരു കുടികളാണ്. ദീർഘമായ ഒരു സംഭാഷണത്തിലൂടെ പ്രസക്തിയില്ല. ഇതെങ്ങനെ ഒന്നിച്ച് വരിക എന്നുള്ളതാണ്. ഈ വലിയ ഹാളിൽ നിറയെ മാതാപിതാക്കളും സാർമാരും കുട്ടികളും എല്ലാം ഉണ്ട്. ഇതാണ് ഈ മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് ഒന്ന് കൂടുന്നു. നമ്മൾ സ്റ്റാൻഡേർഡായിട്ടാണ് സ്കൂളുകളിൽ കലാലയങ്ങളിലായിരിക്കുന്നത്. ഈ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രധാനമായ ദിവസം നമ്മളിവിടെ രൂപതയുടെ ഈ വീട്ടിൽ ഒന്നിച്ച് കൂടുന്നു, ഒന്നിച്ച് കാണുന്നു, നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. ആ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. അതിനുവേണ്ടിയാണ് മോറൽസ് ഏത് മതത്തിനും നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, ഔദ്യോഗികമായിട്ടുള്ള ഡോഗ്മാകളുണ്ട്, ഡോക്ട്രിൻസ് ഉണ്ട്, വലിയ ആഴമായ ചിന്തകൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ മതത്തിൻ്റെയും ദൈവശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയാണ് ഈ മതങ്ങളെല്ലാം വേര് പിടിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നത്. മനോഹരമായ പ്രബോധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ജനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വേദിയാണ് പള്ളിക്കൂടങ്ങൾ. പള്ളിയോട് ചേർന്ന് പള്ളിയിൽ എന്ത് ആഘോഷിക്കുന്നുവോ അതൊന്നുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന സ്ഥലമാണ് പള്ളിക്കൂടങ്ങൾ. അങ്ങനെ പള്ളിക്കൂടത്തിൽ വെച്ച് വേദപാഠം കേൾക്കുകയും എല്ലാ മത വിഭാഗങ്ങൾക്കും ഒരുപോലെ ഇമ്പകരമായിരിക്കേണ്ട മോറൽസ്, ധാർമ്മിക കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണല്ലോ. അത് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ എന്നൊന്നുമില്ല. ആരെയും നമ്മൾ കൊല്ലരുത്, ആരുടെയും വസ്തുവകൾ നമ്മൾ മോഷ്ടിക്കരുത്. അതുകൊണ്ട് മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ്. അത് സ്കൂളുകളിൽ അധ്യാപകരിലൂടെ നമുക്ക് കിട്ടുമ്പോൾ കുറെ കൂടെ ആവേശകരമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനും നമ്മുടെ മനസ്സിൽ പതിയുവാനും ഒക്കെ അത് കാരണമാകും. പള്ളിക്കൂടങ്ങളിൽ വെച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറെ കൂടെ ബോധ്യങ്ങൾ നമ്മളിൽ കിട്ടുന്നത്. കാരണം സാറന്മാര് നല്ല പഠിപ്പുള്ളവരാണ്, അവർക്ക് നല്ല വായനയുണ്ട്, ഓരോ മതത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ കാത്ത് സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മളൊരു പള്ളിയിൽ ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ പള്ളിക്കൂടത്തിൽ ഒരു പാഠം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മനസ്സിൽ കാര്യങ്ങളൊക്കെ പതിയും. അതുകൊണ്ട് നമ്മളുടെ മതത്തിൻ്റെ അടിസ്ഥാനപരമായ
വേദത്തിൻ്റെ പാഠം, വിശ്വാസത്തിൻ്റെ പാഠം പഠിക്കുവാനും ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട മോറൽസ്, അടിസ്ഥാനപരമായ ധാർമ്മികമായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ഒക്കെ മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് നമ്മുടെ സ്കൂൾ കാറ്റഗിസവും മോറൽസും എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ട്. കേരളത്തിൽ തന്നെ ഈ നാടുകളിൽ എന്തുമാത്രം ദുരന്തങ്ങളുണ്ടായി, അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങൾ, വെള്ളപ്പൊക്കം, സുനാമി, ഓക്കി, ഇങ്ങനെ പറഞ്ഞാൽ തീരുകയില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം വന്നുകൂടി. അവിടെ നമ്മളിലേക്ക് ഒന്ന് ഇറങ്ങി ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചിന്ത അത് മാത്രമാണ്. ഒരു ദുരന്തവും മുൻകൂട്ടി കാണാനാകാത്തതുപോലെ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ഇന്ന് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ദുരന്തമുണ്ടായാലും ചാനൽ വഴി, ദൂരദർശൻ, അതൊരു പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്. ഒരു ചാനലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ദൂരദർശിനി വഴി നമ്മൾ ദൂരെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുന്നു. അതിന് അറിവ് നൽകും, പക്ഷേ അതിന് പരിമിതികളുണ്ടാകാം. സ്വയം കാണാനായിട്ട് ചിലപ്പോൾ അത് നമ്മളെ സഹായിക്കാതെ പോയേക്കാം. നമ്മുടെ ഗാർഡനിൽ സ്പ്രിംഗ്ലർ വെച്ച് വെള്ളം നമ്മളെ ചോദിക്കാറുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ മനസ്സിലാകും, ആ സ്പ്രിംഗ്ലറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒട്ടും വെള്ളം കിട്ടുകയില്ല. അവിടുത്തെ ചെടികളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയുള്ളൂ. കാരണം അതിന് തെറിപ്പിച്ച് കളയാനേ പറ്റുകയുള്ളൂ. തൊട്ട് ചേർന്നുള്ള ചെടികൾക്ക്, പുല്ലുകൾക്ക് വെള്ളം കൊടുക്കാനൊന്നും പറ്റില്ല. അത് ദൂരദർശൻ പോലെ തന്നെയാണ്. അകലെ നിൽക്കുന്നവർക്ക് ബലം നൽകും, പക്ഷെ തൊട്ട് അടുത്തുള്ളതിന് അത് പറ്റാതെ പോവുകയാണ്. അതുകൊണ്ട് ദൂരദർശനിലൂടെ മാത്രം നമ്മൾ കാര്യങ്ങൾ കാണാതെ സൂക്ഷ്മ ദർശിനികളായിട്ട് നമ്മൾ മാറണം. ഉള്ളിലേക്ക് മാറി എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നത്, ആ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൽ എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, എൻ്റെ മനസ്സ് അതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പം വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായി, നമ്മൾ പണമെല്ലാം സമ്പാദിച്ച് നല്ലൊരു കളക്ഷൻകാരായി കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ കൊടുക്കും. അങ്ങനെയെല്ലാം കൊടുക്കുമ്പോഴും നമുക്ക് അതൊരു ഹൃദയ പരിവർത്തനം നമുക്ക് നൽകുന്നുണ്ടോ എന്ന കാര്യം കുറച്ചുകൂടെ കൃത്യതയോടുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സ്വയം കാണാൻ നമ്മൾ അനുവദിക്കണം. സ്വയം കാണാനായിട്ട് അതൊരു പ്രത്യേക കാഴ്ചയാണ്. നമ്മുടെ ചിന്തകളൊക്കെ മറ്റുള്ളവരെ കാണാനാണ്, മറ്റുള്ളവരെ കുറിച്ച് പറയാനാണ്, മറ്റുള്ളവരെ കളിയാക്കാനാണ്. നമുക്ക് സ്വയം കാണാനായിട്ട്, ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് ഒന്ന് തിരിയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഭൗമ താപനം, സ്കൂളൊക്കെ കേട്ടിട്ടുള്ള വാക്കാണ്. ശുദ്ധജല ദൗർലഭ്യം, അന്തരീക്ഷ മലിനീകരണം, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും മഹത്വം തകർക്കുന്ന ചിന്തകൾ, വാക്കുകൾ. ഞാനതിലേക്കാണ് മോറൽസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാനുള്ള കാര്യം അതാണ്. നമുക്ക് ഈ പരിസ്ഥിതിരാവ് പോലെയുള്ള ഈ ആളുകളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. ഇതേക്കുറിച്ചാണ് ഞാൻ വാക്ക് പറഞ്ഞത്. ഭൗമ താപനം, ശുദ്ധജല ദൗർലഭ്യം, അന്തരീക്ഷ മലിനീകരണം, ഇതെല്ലാം അങ്ങനെയെല്ലാം നമ്മൾ മലിനീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പരിസ്ഥിതിരാവ് എപ്പോഴും പറയുന്നത് കാർബൺ ന്യൂട്രൽ വീടാകണം, പള്ളിക്കൂടമാകണം, പള്ളിയാകണം, രൂപതയാകണം, അങ്ങനെ രാജ്യമാകണം, ലോകം മുഴുവനാകണം. ഒരുപാട് കാർബൺ എമിഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെ തടയാനായിട്ട് നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ പള്ളിക്കൂടങ്ങളും രൂപതലത്തിലും വലിയ സഭാകൾ നൽകുന്നുണ്ട്. അതിൽ വലിയൊരു വക്താവാണ്.
ഇന്നലെയും പുല്ലുകാരായ അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പച്ചക്കറികൾ തൈകൾ വിതരണം നടത്തി. അതെല്ലാം ഈ എന്താണ് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു വലിയൊരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അതിനനുസരിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ കൊണ്ടുപോകണം. അപ്പം ഈ അടുത്ത നാളിലൊക്കെ ആവർത്തിച്ച ഒരു പ്രയോഗശൈലി ഈ വേസ്റ്റാണ്, ഇലക്ട്രോണിക് വേസ്റ്റ്. നമുക്ക് കമ്പ്യൂട്ടറുകൾ, ഐപാഡുകൾ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഉപയോഗം കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയുകയാണ്. നമുക്കൊരു വലിച്ചെറിയൽ സംസ്കാരമുണ്ട്. നമുക്ക് വേണ്ടാത്തതെല്ലാം പുറത്തേക്ക് കളയുന്നു. അതൊരു ഇമ്മോറലായിട്ടുള്ള, അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ധാർമ്മികത ക്ലാസ്സിൽ പഠിച്ചെടുക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് എടുക്കുന്ന മാർക്ക് മാത്രമല്ല, ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ കണ്ണു തുറന്ന് നമുക്കുള്ളിലേക്കും നമ്മുടെ ചുറ്റിലും നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ യാഥാർത്ഥ്യങ്ങളാണ്. ഇലക്ട്രോണിക് മാലിന്യം, അറ്റമിക് മാലിന്യം, ഇതൊന്നും ഭീകരമായ രീതിയിൽ വളർന്നു വരികയാണ്. നിങ്ങളിലധികം പേര് ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഉപയോഗശൂന്യമായ കാറുകൾ, ലോറികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന മലകളാണ്, വലിയ മലകൾ. അതൊന്നും 2 വർഷം ആകുമ്പോൾ അവരതിനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും നല്ലതുപോലെ ഉപയോഗിക്കും. നമുക്കത്രയും ആ പ്രോസസ്സിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് വഴിയോരങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പറമ്പിലും റോഡ് സൈഡിലെല്ലാമായിട്ട് ഈ ഇലക്ട്രോണിക് വേസ്റ്റും വല്ലാതെയാകുന്നുണ്ട്. അതുവഴി വലിയ അധാർമികമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറമേയും എല്ലാം നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗൗരവതരമായിട്ട് ഈ കാര്യങ്ങളിൽ നല്ല പ്രബോധനം, പഠനങ്ങൾ നടത്തണം. സാമൂഹ്യ അവബോധം വളർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. വിജനമായ പ്രദേശത്ത് പോലും മാലിന്യം കിടക്കുന്നത് സമൂഹങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഞങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഞാൻ ഇതിലെയും കുട്ടികളെയോട് സംസാരിച്ച് പറഞ്ഞു, പണ്ട് ലേബർ വീക്ക് എന്ന് പറയുന്ന ഒരു ഒറ്റയാഴ്ചത്തെ ഒരു കാര്യം സ്കൂളിലുണ്ടായിരുന്നു. എല്ലാവരും സ്കൂളിൽ ചേർന്ന കുട്ടികൾ പക്ഷെ ക്ലാസ് റൂമിൽ കയറണ്ട. അതുകൊണ്ട് വലിയ സന്തോഷമാണ്. ഒറ്റയാഴ്ച പുസ്തകമൊന്നും കൊണ്ടുകൊണ്ട് രാവിലെ 10 മണിക്ക് പള്ളിക്കൂടത്തിലെത്തണം, 5 മണി വരെയും വേണം. അത് ലേബർ വീക്കാണ്. ആ പള്ളിക്കൂടത്തിൻ്റെ കെട്ടിടത്തിൽ, അതിൻ്റെ പറമ്പിൽ, പള്ളിയുടെ പറമ്പിൽ, അവിടെ എല്ലാമുള്ള അഴുക്ക് എല്ലാം വാരി കൂട്ടി കത്തിച്ച് പള്ളയെല്ലാം പറിച്ചു കളഞ്ഞ് പൂച്ചെടികളൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരു വലിയൊരു സംവിധാനമാണ്. പിന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ പരാതി ഉണ്ടാവുമല്ലോ. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ക്ലാസ് സ്കൂളിലുണ്ടായിരുന്നു. കുറേ കഴിയുമ്പം സാർമാരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കിട്ടിയത്. പള്ളിക്കൂടത്തിൻ്റെ പറമ്പല്ല, പള്ളിയുടെ പറമ്പ് പരാതി എടുത്തൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ടോ 10-50 കൊല്ലം. ഈ കടയെടുത്ത് എഴുതാൻ തുടങ്ങി അടുത്ത നാളൊന്നുമല്ല, പണ്ടേ അതൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടാകും. പക്ഷേ നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. നമുക്ക് വലിയൊരു ക്ലീനിങ് എന്തുമാത്രം ഒരു സാമൂഹ്യ ചിന്ത ഉള്ളതുകൊണ്ടാണ് കുട്ടികൾക്ക് ലേബർ വീക്ക് എന്ന് പറയുന്ന ഒറ്റയാഴ്ച ആ കുട്ടികൾ മുഴുവൻ ഒന്ന് അധ്വാനിക്കണം. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മാലിന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വേസ്റ്റോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റോ അങ്ങനെയുള്ളത് മാത്രമല്ല, ഇതിന് തുല്യമാണ് മാലിന്യമായി തീരുന്ന വെറുപ്പിന്റെ വാക്കുകൾ. അവ മാലിന്യമാണ്. നമ്മളൊരാളെ വെറുതെ ചീത്ത പറയുന്നു, ഒരു നല്ല മനുഷ്യനെ എതിരായിട്ട് നമ്മൾ അപവാദം എഴുതുന്നു വരെ പറയുന്നു, അതാണ് മാലിന്യം. വെറുതെ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന പാത്രങ്ങൾ മാത്രമല്ല, വലിയ ഇമ്മോറലായിട്ടുള്ള, അധാർമികമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടോ അത് നമ്മൾ പുറത്തേക്ക് വാക്കുകളായിട്ട്, ചീത്ത വാക്കുകളായിട്ട്, ചീത്ത പെരുമാറ്റങ്ങളായിട്ട് നമ്മൾ വലിച്ച് എറിയുകയാണ്. മത്തായി സുവിശേഷം 15:18-19 വായിൽ നിന്ന്
പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ മാലിന്യ ദുരന്തങ്ങളെ മറ്റുള്ളവരിൽ ആരോപിക്കാൻ നാം ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഈ തിരുവചനങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കണം. മാലിന്യത്തിൻ്റെ രൂപങ്ങൾ ഭീതിജനകമാണ്. അതിലും ഭീതിജനകമാണ് അവ നമ്മിൽ തന്നെ ഉണ്ടാകുന്നതും നമ്മിൽ നിന്ന്, നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കാണുന്ന ഏതെങ്കിലും സാധനങ്ങളിലോ സാഹചര്യങ്ങളിലോ മാത്രമായിട്ട് നമ്മൾ ഒതുക്കരുത്. വിശുദ്ധരുടെ സാന്നിധ്യം കൊണ്ട് കീർത്തി കേട്ട ഒരു സ്ഥലമാണ് ഈ പാല. എല്ലാ മതങ്ങൾക്കും അവരുടേതായ വലിയ വിശുദ്ധന്മാർ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതും പെരുമാറുന്നതും. അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല പെരുമാറ്റ ചട്ടങ്ങളും ക്രമങ്ങളും വിശുദ്ധരായ ആളുകളെ കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവസരമായിട്ട് കൂടെ നമ്മുടെ സ്കൂളുകളും നമ്മുടെ പ്രസ്ഥാനങ്ങളും എല്ലാം മാറണം. ഇവിടെ ആമുഖത്തില് ജോർജ് പറയുകയുണ്ടായി വായനയെക്കുറിച്ച്. നല്ലതുപോലെ വായിക്കണം. ഇതിന്റെ കുട്ടികൾ വായിക്കാൻ പലർക്കും മടിയാണ്. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. നല്ലതുപോലെ വായിക്കണം. വായിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ വളരുവാനും വളർന്ന് നമുക്ക് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാനും ഒക്കെ പറ്റിയുള്ളൂ. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പള്ളിക്കൂടങ്ങളിൽ, സ്കൂളുകളിൽ അധികമായിട്ടില്ലെങ്കിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാം സാന്നിധ്യമുണ്ട്. കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ വഴി തെറ്റിയും വഴി ചുറ്റിയും പോകുന്നത് ഈ മദ്യപാനവും മയക്കുമരുന്ന് വഴിയാണ്. പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ ഭീകര രൂപങ്ങൾ. നമ്മൾ ആദ്യമൊക്കെ ഒരു കൊച്ചല്ലേ ഒരിക്കലും സാമ്പിളിൽ നോക്കിയതാണ്, അതിന് കുഴപ്പമില്ല. ഇതെല്ലാം പറഞ്ഞ് നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും അല്ലെങ്കിൽ അവരെ തിരിച്ചേണ്ട ആളുകളും ഒക്കെ അത് കണ്ണടച്ച് വിട്ട് അതിനെതിരെ നല്ലതുപോലെ ധീരമായ നിലപാടുകൾ എടുക്കാതെ വരുന്നതിൻ്റെ വലിയൊരു വിപത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വിപത്താണ്. ഒരു വീട്ടിൽ ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ 20 പേരെങ്കിലും ആ വീടിനോട് ബന്ധപ്പെട്ടത് തകരുകയാണ്. 20 പേര് എങ്കിലും ആ വീട്ടിലെ വലിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വീട്ടിലേക്ക് വന്ന വരുന്ന ചേച്ചിമാര്, അവരോട് ബന്ധപ്പെട്ട ആളുകൾ 20 പേരെങ്കിലും മിനിമം തകരുന്നുണ്ട് ഒരു വീട്ടിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുള്ളവർ. അതുകൊണ്ടാണ് ഞാൻ ഗൗരവതരമായിട്ട് ഇക്കാര്യം പറയുന്നത്. സ്കൂളുകളിലൊക്കെ നിങ്ങളെ ഇതിൻ്റെ ഏജന്റുമാരാക്കുന്ന, നിങ്ങൾ അധികം പഠിക്കുന്നില്ലെങ്കിലും ഇത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന, കൊടുത്താൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടുന്ന അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയുണ്ട്. അത് വലിയ വിപത്താണ്. വൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരവസരത്തിൽ ഇന്നത്തെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മയക്കുമരുന്നിൻ്റെ ഏതെങ്കിലും ഒരു തരി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും എല്ലാവരും ഉള്ളപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ അധാർമികമായ ഒരു പ്രവൃത്തി മയക്കുമരുന്ന് കൊടുക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും, അത് കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അറിയാമായിട്ടും മാതാപിതാക്കളും അധ്യാപകരും അതത്ര സാരമില്ല, മാറിപ്പോക്കോളും എന്ന് കരുതിയിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മുടെ സമുദായങ്ങളെ ബലഹീനമാക്കുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ. നിങ്ങൾക്കറിയാമല്ലോ, ഈ സൗത്ത് അമേരിക്കയിലെ ഒരുപാട് രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായത് ഈ മയക്കുമരുന്ന് കാരണമാണ്. അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. മോഷണം മാത്രമേ അറിയത്തുള്ളൂ.
കാരണം അവരെല്ലാം ഈ മയക്കുമരുന്നിന് അടിമകളാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു മേഖലയാണ് അത്. സ്കൂളിൽ നമ്മൾ വേർപാടവും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾ കാണാതെ പോകരുത്. വിശ്വാസ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ അതിനെല്ലാം ഉള്ള കാര്യം തന്നെയാണ്. ഈ അടുത്ത ദിവസം പരിശുദ്ധരാവ് നടത്തിയൊരു പ്രഭാഷണത്തിൽ ഒരു 2 മിനിറ്റ് എടുക്കുള്ളൂ. ഞാൻ ടെക്സ്റ്റ് ഇംഗ്ലീഷ് എല്ലാം പറയാം, ഇതൊക്കെ പ്രയാസമുള്ള വാക്കുകൾ ഞാൻ അയാളാക്കിക്കൊള്ളാം. മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്, ദ പ്രോബ്ലം ഓഫ് ഡ്രഗ് യൂസ് ഈസ് നോട്ട് സോൾവ്ഡ് വിത്ത് ഓർ ബൈ ഡ്രഗ്സ്. ഡ്രഗ്സിന് അടിമകളായവരെ വീണ്ടും നമ്മൾ അത് തന്നെ കൊടുത്ത് അവരെ രക്ഷിക്കാം എന്ന് വിചാരിക്കരുത്. ഡ്രഗ് അഡിക്ഷൻ ഈസ് ആൻ ഈവിൾ, പൈശാചികമായ ഒരു പ്രവൃത്തിയാണ്. ആൻഡ് വിത്ത് ഈവിൾ there can be no yielding or compromise. പിശാചിനോട് നമ്മൾ കോംപ്രമൈസിലേക്ക് പോകരുത്. To think that harm can be reduced by promoting drug addicts to use narcotics in no way resolves the problem. Attempts to legalize so-called recreational drugs. ഒന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലത്ത് ചെറിയ പേരിൽ വലിയ വീരമില്ലാത്ത കാര്യങ്ങൾ കുടിക്കാം, അതിന് കുഴപ്പമില്ല എന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. Attempts to legalize so-called recreational drugs are not only highly questionable from a legalistic standpoint, but they fail to produce the desired effects. നിയമപരമായിട്ട് തെറ്റാണെന്ന് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന യാതൊരു ഗുണവും അതിനുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. Substitute drugs are not an adequate therapy, but rather a veiled means of surrendering to the phenomenon. നമുക്ക് അതിന് പകരം എല്ലാ ദിവസവും കണ്ടുപിടിക്കുന്നവര് ഇന്ന് സോഡ കൊടുക്കാം, അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ന് സോഡ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന് സോഡ കടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്താലും ആ തിന്മയിൽ നമ്മൾ അവരെ തുടരാൻ അനുവദിക്കുകയാണ്. We have to say a no. അതാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിനോട് വെറുതെ വടവട വർത്തമാനം പറയാതെ we have to say a no to the use of drugs. എന്നിട്ട് പറയാണ്, by this no one has to say yes. ഈ നോ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളോട് യെസ് പറയുകയാണ്. One has to say yes to life, yes to love, yes to others, yes to education, yes to the parents, yes to greater job opportunities and so on. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഈ ഒരു നോ പറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം യെസ് ആയി എല്ലാ നന്മകളിലേക്കും നമുക്ക് കിടക്കാം. മാർപ്പാപ്പ സ്വന്തം രാജ്യം നശിച്ചു പോയത് കണ്ട് അതിന്റെ ഗൗരവത്തിൽ നിന്നുകൂടെ സംസാരിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വലിയ പറ്റം രാജ്യങ്ങൾ മുഴുവനും തകർന്നു പോയത് ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കൊണ്ടാണ്. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇവിടെ വളരെ ഓപ്പൺ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ നല്ല കുടുംബങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാലായി പ്രദേശം ക്രൈസ്തവരും ഹൈന്ദവരുമാണ് കൂടുതലായിട്ടുള്ളത്. മുസ്ലിങ്ങളും ഈ പ്രദേശത്ത് അംഗങ്ങളായിട്ടുണ്ട്. ഇവരെല്ലാവരും നല്ല ധാർമ്മികത കൊണ്ടു നടക്കുന്ന കുടുംബങ്ങളാണ്. എന്തുമാത്രം പ്രാർത്ഥനകളാണ് ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നമ്മൾ കേൾക്കുന്നത്. ഞാൻ 15 കൊല്ലമായിട്ട് രാത്രി മുഴുവൻ കടപ്പാട്ടുപോലെ പ്രാർത്ഥനയും നാമകീർത്തനങ്ങളും രാമായണ വായനയും ചെണ്ടമേളവും വയലിൻ കച്ചേരി എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിരുന്ന് കാണുന്നത് പോലെ എത്ര ശക്തമായിട്ട് ഞാൻ യൂസ് ടു ദാറ്റ്. വളരെ അത് വലിയൊരു ആത്മീയ വിജ്ഞാനം അതുവഴി നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിനേക്കാൾ എത്രയോ ശ്രദ്ധയോടെ
നമ്മുടെ പള്ളിയിലും പള്ളിക്കൂടങ്ങളിലും നമ്മുടെ മതപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഗർഭീഷ്ണനെ കുറിച്ച് അതിന് ശക്തമായി പറഞ്ഞല്ലോ. നമ്മളുടെ മതത്തിൻ്റെ ഡോക്ട്രിൻസ്, ഡോഗ്മാസ് പഠിക്കണം. ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കൗൺസിൽ നൈസിയയിലെ 325 2025 ആകുമ്പോൾ 1700 വർഷങ്ങൾ കഴിയുകയാണ്. ഏറ്റവും ആദ്യത്തെ കൗൺസിൽ ഈശോയെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അതുവഴി അടുത്ത കൗൺസിൽ വന്നപ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച്, പിന്നെ കുദാശകളെ കുറിച്ച്, അങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിൽ പറ്റുന്ന പരാജയം നമ്മളുടെ മതത്തിൻ്റെ വിശ്വാസ സംഹിതകൾ നമ്മൾ ശരിക്ക് പഠിപ്പിക്കുന്നില്ല. അതൊക്കെ വയ്യാണ്, പിന്നെയാണ്, സാരമില്ല എന്നൊക്കെ പറഞ്ഞെല്ലാം വരികയാണ്. അത് വലിയ വിപത്താണ്. നമ്മളുടെ വിശ്വാസ സത്യങ്ങൾ നമ്മൾ നല്ലതുപോലെ പഠിക്കുകയും എല്ലാ ദിവസവും തിരുവചനം, സുവിശേഷം വായിക്കുകയും ചെയ്താൽ എല്ലാ പിശാചുക്കളും, എല്ലാ മയക്കുമരുന്നും നമ്മുടെ വീട്ടിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ കാറ്റഗറ്റിക്കൽ മോറൽ മേഖലയിലെ കുട്ടികളുടെ അധ്യാപകരും കൂടിയായിരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈ മയക്കുമരുന്ന മദ്യം അതിനോട് നോ പറയാനും നമ്മുടെ വിശ്വാസ സത്യങ്ങൾ യെസ് പറഞ്ഞ് അതൊക്കെ പഠിച്ചെടുക്കാനും നമ്മൾ പരിശ്രമിക്കണം. നിരന്തരമായിട്ട് നമ്മൾ പഠിക്കണം. ഒരുപാട് തെറ്റായ പ്രബോധനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്, നമ്മളെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലെങ്കിൽ മറ്റാരാണ് പഠിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ മറ്റാരും പഠിക്കും? മറ്റാർക്ക് വേണ്ടിയാണുള്ളത്? അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മളുടെ ധാർമ്മികവും വിശ്വാസപരവുമായ മേഖലകളിലേക്ക് നമുക്ക് ഉണ്ടാകാം. തിന്മകളെ പ്രതിരോധിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പലർക്കും പേടിയാണ് അതൊക്കെ. മറ്റുള്ളവരെന്ന് വിചാരിക്കും. തിന്മകളെ ചേർത്ത് നിൽക്കണം, പ്രതിരോധിക്കണം. ആ ഡിഫൻസ് നമുക്ക് നടന്നില്ലെങ്കിൽ ഒരു രാജ്യം തകർന്നു പോകുന്നത് പോലെയാണ് ഒരു വ്യക്തിയും ഒരു കുടുംബവും ഒരു ദേശവും എല്ലാം പോകുന്നത്. അങ്ങനെ ഉറച്ച ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുവാനും നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, എന്തുമാത്രം വലിയ സത്യങ്ങൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണിത്. ദേശീയർ പോലും ഈ അടുത്ത നാളുകളിലൊക്കെ പറയാറുണ്ട്, മോറൽസ്, ആത്മീയത ഒക്കെ പഠിക്കണമെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കണം എന്ന്. അവര് വഴിവിട്ട വഴിയെല്ലാം പോയി, ഉള്ളതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. മോറൽസും രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഡെമോക്രസി, സെക്യുലറിസവും ഒക്കെ പഠിക്കണമെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കണം. അതാണ് നമ്മുടെ രാജ്യം. ജനാധിപത്യം, സെക്യുലറിസം, ആത്മീയത, ഇതൊക്കെ പഠിക്കാനായിട്ട് മറ്റുള്ളവർ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ, ഇവിടെ വരുമ്പോൾ നമ്മൾ നിസ്സംഗരായിട്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന മട്ടിൽ നമ്മളിരിക്കരുത്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം. നമ്മുടെ വിശ്വാസ സംഹിതകൾ ഉള്ളിലേക്ക് എടുക്കണം. ഉള്ളിലെടുക്കാൻ പലർക്കും മടിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ എത്ര കുട്ടികളുണ്ടെങ്കിലും പിന്നീട് നമ്മൾ കൊച്ചുകളായിരിക്കുമ്പോൾ അന്ന് നമുക്ക് അത്രയും മനസ്സിലാകില്ല. നമ്മുടെ ചേട്ടന്മാരും പെങ്ങന്മാരും അവരുടെ മക്കളും തിരിച്ച് അവരുടെയും മക്കൾ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് ആ അമ്മ ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കുന്നത് വീണ്ടും ആ കുഞ്ഞിനെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയാണ്. നിരന്തരമായിട്ട് അമ്മ ആ കുഞ്ഞിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അതിനെ എടുക്കുന്നു, കഴുകുന്നു, വൃത്തിയാക്കുന്നു, തോളിലിടുന്നു, തൊട്ടിലിടുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എടുത്തുകൊണ്ട് നടക്കുന്നു, താരാട്ട് പാടുന്നു. ആ അമ്മ നിരന്തരമായിട്ട് ആ കുഞ്ഞിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ്, ഇന്റേണലൈസ് ചെയ്യുകയാണ്. അത്ഭുതകരമായ ഒരു കാര്യമാണത്. അതേക്കാൾ ശുദ്ധമായ നൈർമല്യമുള്ള മറ്റൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ. എന്തോ ഒരു പരിശ്രമമാണ് ആ സ്വന്തം അമ്മ വീണ്ടും 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 അത് ചെയ്യുന്നത്. 8-10 ഏതാണ്ട് ഒരേ പ്രായമുള്ള ചേച്ചിമാർ ഒന്നിച്ചു നിന്നാലും ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ മറ്റാരെങ്കിലും എടുത്ത് അവരുടെ മുമ്പിലിട്ടാൽ ആ കുഞ്ഞിനെ മണത്ത് അതിൻ്റെ അമ്മ ഏതാണെന്നറിയാം. അത് സത്യമാണ്.
ആ കുഞ്ഞിനറിയാം വേറെ ആരുടെ അടുത്തോട്ട് ആ കുഞ്ഞ് പോവുകയില്ല, സ്വന്തം അമ്മയുടെ അടുത്ത് മാത്രം അത് എഴുതി വരുന്നു. അതിന്റെ സ്മെല്ല് കൊണ്ട് ആ കുഞ്ഞിനറിയാം അതിന്റെ അമ്മ ആരാണെന്നുള്ളത്. അതാണ് ആ അമ്മ അതിനെ ഉള്ളിലേക്ക് എടുക്കുന്ന വിധം. നമ്മുടെ വിശ്വാസത്തിന്റെ ഘടകങ്ങളും നമ്മൾ നിരന്തരമായിട്ട് കാണുന്നത് ഓരോ ദിവസവും നമ്മൾ കുർബാന ചെയ്യുന്നതും വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതും വേദപാഠം പഠിപ്പിക്കുന്നതും മോറൽസ് പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. നിരന്തരമായിട്ട് നമ്മെ തന്നെ നമ്മുടെ വിശ്വാസ സംഹിതകളെ ഉള്ളിലേക്ക് എടുക്കണം. അപ്പോഴാണ് നമുക്ക് മോറൽ പ്രിൻസിപ്പിൾസും ഫെയ്ത്ത് എലമെന്റ്സും ഒരുപോലെ ഒന്നിച്ച് കൂട്ടത്തിൽ കൊണ്ടുനടക്കാനായി സാധിക്കുന്നത്. ഞാൻ സംഭരിക്കുന്നു. വലിയൊരു സദസ്സാണിത്. ഈ നട്ടുച്ചയ്ക്ക് എല്ലാവരും ഇവിടെ വന്നതിലും നിങ്ങളെ പരിചയത്തിലും പ്രധാനപ്പെട്ട ജോർജ് സിസ്റ്ററോടും കുട്ടികാരായച്ചനോടും ഞാൻ വേറെ നന്ദി പറയുന്നു. അവര് ജോർജ് സിസ്റ്റർ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ മോറൽസ് ടീച്ചിങ്ങും അച്ഛനെ പള്ളികളിൽ എപ്പോഴെന്നാലും അച്ഛന് ഒന്നുകിൽ പള്ളിക്കൂടത്തിലാണ് അല്ലെങ്കിൽ വെമ്പാട ക്ലാസ്സിലാണ്. എനിക്ക് 10-50 അനുഭവങ്ങളുണ്ട്. എപ്പോൾ അച്ഛനെ അന്വേഷിച്ചാലും ഒന്നേ പള്ളിക്കൂടത്തിലാണ്. അച്ഛനവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പോലെ അവിടെ മോറൽസ് പഠിപ്പിക്കുന്നു. മറ്റ് അവസരങ്ങളിലാണെങ്കിൽ വെമ്പാട ക്ലാസ്സിൽ അതുപോലെ ഉള്ള ഒരു മാനേജ്മെന്റാണ് അച്ഛൻ്റെ. അതുപോലെ KCC വഴി കാർഷിക പ്രസ്ഥാനങ്ങൾ വഴിയും പിന്നീട് മറ്റ് മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ വഴിയൊക്കെ അച്ഛനായ വലിയ സംരക്ഷണം നമുക്ക് നൽകുന്നുണ്ട്. കുട്ടികാരായ അച്ഛനും ഞാൻ ഉപദേശം പറഞ്ഞതുപോലെ തന്നെ നല്ല അറിവും പഠിപ്പും മികവുമുള്ള അച്ഛനാണ്. നല്ലപോലെ എല്ലാ കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പർ വഴിയെ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ളതാണ്. അവർ രണ്ടുപേരും നമ്മുടെ ഈ സ്കൂളുകളോടും നമ്മുടെ വിശ്വാസ പരിശീലന മേഖലകളോടും ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ എനിക്കും റിയാലിറ്റിയുണ്ട്. വലിയ അനുഭവ സമ്പത്തുള്ള ആളാണ് ജോർജ്. ഇതിപ്പോൾ ഒരു ഉദാഹരണത്തിലാവുന്നത് വലിയൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് എല്ലാവർക്കും. ഏതൊരു കാര്യം വന്നാലും അതിൽ ഇടപെടാനും അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനും തീരുമാനമെടുക്കാനും എല്ലാം നിങ്ങളെല്ലാവരും ഞാൻ നന്ദി പറയുന്നു. സ്വാമിക്ക് സമർപ്പിക്കുന്നു, അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. തന്റെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്തും ഇപ്പോഴുമുള്ള വ്യത്യാസങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പിതാവ് സംസാരിച്ചു. അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന സമ്മാനദാന ചടങ്ങിൽ രൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറുകുന്നേൽ എല്ലാവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുകയും പാലാ രൂപത കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ അനുമോദന സന്ദേശം നൽകുകയും ശ്രീമതി ഷീബ ബിനോയ് നന്ദി അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു.